ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ചുട്ടു പൊള്ളുന്ന ചൂടാണ് കേട്ടാ, വേർത്തിട്ടണ്ട മൊത്തം വേർത്താണ്. അപ്പൊ നമുക്ക് ഇന്ന് ചൂടിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ചക്ക വെച്ചൊരു കറിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ചക്കയിൽ ഇരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ, കണ്ട ഇതാണ് ചക്ക. അപ്പൊ നമുക്ക് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടണം. ഇതുപോലെ ഇതിന്റെ ചമണിയെല്ലാം കളഞ്ഞ്, നമ്മളിനി ചമണി എന്നാ പറയാല്ലേ വേണട്ടാ, ചമണി. അപ്പൊ ചമണിയെല്ലാം കളഞ്ഞ് ഇതിന്റെ പോളയെല്ലാം കളഞ്ഞ് പോണ്ടിന്നും പറയൂ, ചക്കപ്പോണ്ടി എല്ലാം ഇങ്ങനെ മുറിച്ചിടുക. ചമണിയെല്ലാം കളയണം. അപ്പൊ ഇന്നലെ ചക്ക വെച്ചതിന്റെ ബാക്കിയാണ് കേട്ടാ ഇത്. ഇന്നലെ നമ്മൾ ചക്ക വെച്ചിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു മുറിയെ എടുത്തിട്ടില്ല, അതിൻ്റെ അകത്ത് നിന്ന് ബാക്കി മുറിയുള്ള ചക്കയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നൊരു കറി വെച്ചിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ചക്കൻ്റെ ഒരു ഷോർട്സ് ഇടാനില്ലേ? അതെല്ലാം ഉണ്ട്. വേണ്ട ഇതുപോലെ പെട്ടെന്ന് നമുക്കിപ്പോ ചക്കേൻ്റെ എല്ലാം സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ചക്കയെല്ലാം ഉണ്ടാവും, നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ളവർക്ക് അല്ലേ. പിന്നെന്താ, എല്ലാവരും അക്കനും മുക്കനും ചക്കയാണ്. ആദ്യം ചക്ക ഉണ്ടായിട്ടില്ലെങ്കിലും പിന്നെ നല്ലോണം ചക്ക ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെയും. അതെ, അപ്പോ നല്ല ചൂടാണ് കേട്ടാ, അടുക്കളയിലൊന്നും ഒന്ന് പണിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭയം പെട്ടെന്ന് കറിയും ചോറെല്ലാം ഉണ്ടാക്കുക, എന്നിട്ട് സ്വസ്ഥമായിട്ട് ഫാൻ ഇട്ടിരിക്കുക. അതാണ് ലക്ഷ്യം. ഫാനിന്റെ കാറ്റിന് വരെ ചൂടാന്നാ പറയുന്നത്. ടൈലിന്റെ അകത്ത് ഇങ്ങനെ കിടന്നാൽ കുറച്ചൊരു തണുപ്പ് കിട്ടും. ഭയ മേലും കൈയും വേദന എടുക്കുന്നേ ഉള്ളൂ. ഭാവിയിൽ പ്രശ്നം, കാലും കൈയും വേദന, അതെ നടുവേദന. ഇപ്പൊ തന്നെ തൊത്തക്കണയാണ്. വയസ്സും പ്രായത്തിലായില്ലേ, അതാണ് പിന്നെ അപ്പം തുടങ്ങിയപ്പോ നമ്മളല്ലോ. തന്നെ ഏത് കാലല്ലേ അടുക്കള പാറാൻ വേണ്ടീട്ട്. പിന്നെ മുട്ടേന്ന് വിരുന്നേരം തുടങ്ങി അടുക്കള ഭരണം. അതുകൊണ്ട് നീ എല്ലാം പഠിച്ചിനല്ല? പഠിച്ചിനപ്പാ, ചാകുന്നേരം ഇതിങ്ങനെ എടുത്തോണ്ടിരിക്കണം. പിന്നെ അങ്ങനെ വേലക്കാരത്തൊന്നും വരുന്ന പ്രതീക്ഷിക്കുകയോ വേണ്ട. അപ്പൊ ചക്കച്ചൊളിയിൽ ഇതുപോലെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട. വേഗം വിരുന്ന ചൊളിയാണ്, അതുകൊണ്ട് കുറച്ച് വിരിഞ്ഞ ഞെഞ്ഞാന്ന് അരിഞ്ഞിട്ട് വെച്ചിനി. ഇനി നമുക്ക് ഇതിന്റെ ചക്കക്കുരു കളയണം. വെടിമരുന്നാണെന്നാണ് എല്ലാരും പറയാ. വെടിമരുന്ന് ഗ്യാസ് അല്ലേ? അതൊരു സത്യം തന്നെയാണ് കേട്ടാ. 2-3 ദിവസമായിട്ട് നല്ലോണം വെടി പൊട്ടിക്കുന്നുണ്ട്. അനിയത്തിന്റെ പിള്ളേർ നിൽക്കാൻ വേണ്ടി വന്നിട്ടാ, ഇവരെ വെടി കേട്ടിട്ട് പിള്ളേർ മേടിച്ചു. ഇതുപോലെ പീസുകളാക്കിയിട്ട് എടുക്കണം. വേർത്തിട്ടുണ്ടായ ഇത്ര ചൂടാണ് കേട്ടാ, സഹിക്കാൻ പറ്റൂല. അപ്പൊ ഇതടുത്ത് തോർത്തി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഫുഡിന്റെ അതിലും വീഴും. ഉപ്പിടേണ്ടി വരൂല. പണ്ട് പൊറോട്ടേന്റെ കഥ പറഞ്ഞല്ലേ, പൊറോട്ട വായിക്കുന്ന ആള് ചവിട്ടിയിട്ടും കുത്തിയിട്ടും വേർപ്പ് തുടച്ചിട്ട് പൊറോട്ടേന്റെ മാവിന്റെ അകത്ത് കുഴച്ച് കൊടയ. അങ്ങനെ പറയുന്നേക്കാ കോമഡിക്കാറ്. അപ്പൊ നമുക്ക് അധികം കുരുവൊന്നും വേണ്ട, തേച്ച് കുരുവൊന്നും എടുക്കണ്ട, കുറച്ച് കുരു എടുത്താൽ മതി. കറിയല്ലേ, കറി ആയതുകൊണ്ട് നമുക്ക് ഇത്ര ചൊളയും കുറച്ച് കുരുവും മതി. ചക്കക്കറിയാണല്ലേ? ചക്കക്കറിയും കഞ്ഞിയും അടിപൊളിയായിരിക്കും ചൂടിന്. കാമ്പ് വറവും. കാമ്പ് ഉണ്ടായിരുന്നു. കാമ്പൂനെ നമ്മൾ മുമ്പേ കാണിച്ചിട്ടില്ല അല്ലേ? നമ്മളെ ചാനലിൽ തന്നെ ഇല്ല അല്ലേ കാമ്പ് വറക്കുന്നത്? കാമ്പും കൂമ്പും കായെല്ലാം വറക്കുന്ന കായ് വട്ടൻ അതെല്ലാം ഇല്ല അല്ലേ? അപ്പൊ അതിന് നമ്മൾ വെറുതെ ഒന്ന് കാണിക്കുകയോ വേണ്ടു. ചക്കേന്റെ എന്തെങ്കിലും റെസിപ്പി നമ്മളതിൽ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? പക്ഷെ ഇത് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നല്ലേ? ഈ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും മിക്കവാറും. എല്ലാരും പറയും ഇത് ചക്ക ഇതാപ്പ അങ്ങാക്കി വടി കുരുകളെയും ഭയങ്കര പ്രയാസമാണ്. ഞാനിന് പെട്ടെന്ന് ഇങ്ങനെ ആക്കി കളയും. എൻ്റെ പണ്ടല്ല നമ്മളെന്താ ചെയ്യാന്നറിയും, ചക്കക്കുരുവെല്ലാം കളയുമ്പോൾ ഇനി കറ തേച്ച് ചേരണ്ടി നല്ല വെള്ള കുട്ടപ്പനാക്കി വെക്കും. കണ്ട സുന്ദരനാക്കി വെക്കും. കറ കളയാൻ പാടില്ല എന്നാണല്ലേ? ഇപ്പം പക്ഷെ നമ്മള് കറിയൊന്നും അങ്ങനെ കളിയില്ല.
കറ കളയാൻ പാടില്ല പോലും. അതിൻ്റെ അകത്താണ് നമുക്ക് വേണ്ടുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. സത്തുകൾ. യെസ്. അപ്പോൾ നമ്മൾ ഇന്നലെ പൊതിർത്ത് വെച്ച ചെറുപയറായത് കേട്ടാ. നല്ലോണം പൊതിർന്ന് വന്നിട്ടുണ്ട് കണ്ട. ഇത് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. ഇപ്പോൾ ഒരു സ്മെല്ലെല്ലാം ഉണ്ട് ഇന്നലെ പൊതിർത്തതായതുകൊണ്ട്. അപ്പോൾ പാചകത്തിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കനക. കനക ചെറുപയറെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളംകാരനുണ്ടോയെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചക്കേൻ്റെ അകത്തും കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. ചക്ക കഴുകണമെന്നൊന്നുമില്ല. എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഉണ്ടൊക്കെ പോയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ കഴുകിയെടുക്കുന്നത്. മണ്ണെല്ലാം ആയിപ്പോയിട്ടുണ്ടെങ്കിൽ കഴിക്കും. അതുകൊണ്ട് കഴുകി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ 3 പച്ചമുളക് മൊത്തമെല്ലാം കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് 3 എണ്ണത്തിന്. നല്ല എരിവിലുള്ളതാണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞളാണ് വേണ്ടത്. അപ്പോൾ മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ കുറച്ച് മഞ്ഞ നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറുവിളകളായി അല്ലേ. ഉപ്പ് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് വെന്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഉപ്പ് ചേർത്താൽ ചെറുപയറിൻ്റെ വേവ് കറക്റ്റ് ആവുക. അതല്ലേ. ചക്ക മാത്രമാണ് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് മുങ്ങാൻ മാത്രം വെള്ളം വെച്ചിട്ടുണ്ട് കണ്ട. അപ്പോൾ നമുക്കിതിനി അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു 3 വിസിലടിക്കുന്ന വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കഞ്ഞി ഇവിടുന്ന് റെഡിയാകുന്നുണ്ട് കണ്ട. ഇപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരമുറി തേങ്ങ അരച്ചെടുക്കണം. നല്ല മുതിയനെ അരക്കണ്ട, ഒതുക്കി എടുത്താലും പോരാ. ഒരു മീഡിയം സൈസിൽ അരച്ചെടുക്കണം. പരിപ്പിനെല്ലാം പരിപ്പ് കറിയെല്ലാം വെക്കുമ്പോൾ അരക്കുന്നില്ലേ, ആ ഒരുപോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾ ചെറിയ ജീരകം കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് മാത്രം അല്ലേ. ചെറിയ ജീരകവും അധികമായി പോകാൻ പാടില്ല അല്ലേ. അതെ. ചെറിയ ജീരകവും ചേർത്ത് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നരച്ചെടുക്കാം. ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് കുക്കർ 3ാമത്തെ വിസിലും അടിച്ചു. അപ്പം നമ്മളിതിൻ്റെ ആവിയെല്ലാം കളഞ്ഞ് ഇത് ഓണാക്കും കേട്ടോ. കണ്ട വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അതിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി നല്ലോണം ഇതാക്കാം. നല്ലോണം വെന്തിനല്ലേ, അതുപോലെ നല്ലോണം വെങ്കണം നമുക്ക്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ പോർത്ത കടല ചെറുപയറും അല്ലേ അല്ലേ. നമുക്കിനി ഇതിലേക്ക് അരവ് ചേർക്കാം. അരവ് ഇതിലേക്ക് വെച്ച അരവ് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് ചൂട് വേണം. ചക്കനെ മണം വരുന്നുണ്ട്. അടിപൊളി കറി ഇപ്പം തന്നെ തയ്യാറായി കഴിഞ്ഞു അല്ലേ. എനിക്ക് ഉപ്പ് നോക്കണ്ടേ ഒന്ന് നോക്കണം. ഇപ്പോൾ നമുക്ക് ഈ അരവിൻ്റെ അകത്ത് വെള്ളം ചേർത്ത് മിക്സിൻ്റെ അകത്ത് വെള്ളം ചേർത്ത് കുറച്ചും കൂടി വെള്ളമാക്കാം. കാരണം ഇത് തണിയും ഉണ്ടല്ലോ, ഭയങ്കര മുഴുത്തു. കഞ്ഞിയായതുകൊണ്ട് അധികം ചാറൊന്നും വേണ്ട അല്ലേ. അത്രേ ഉണ്ടോ? അതെ, കഞ്ഞിയാണ്, അതുകൊണ്ട് കുറച്ച് മുയിപ്പോട് കൂടിയിട്ടാണ് നല്ലത്. അതെ, കുറച്ച് മുയിപ്പോട് കൂടിയിട്ട് ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം നമുക്ക്. കാരണം തണിയുമ്പോൾ മുഴുത്തു പോകും. കണ്ടോ, തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്ത്
ഇതിലെ രുചിയെന്ന് നിങ്ങൾ കൂട്ടിയാലേ പറയാൻ കഴിയും കേട്ടാ. അത് സത്യമാണ്. ഇതിലൊരു പ്രത്യേക നോസ്റ്റുമാണ്. ഇതെല്ലാം വെച്ചിട്ട് ഒരു ദിവസം 5-10 ആൾ വിളിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉപ്പുണ്ടോന്നല്ലോ നോക്കാം. ഇപ്പം ഉപ്പ് കുറവെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യമായി പാട് ഉപ്പ് വാങ്ങിയിട്ടാൽ ജാസ്തി പോയിട്ട് പിന്നെ പറയാൻ കഴിയില്ല. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ്. പിന്നെ ഇതിലേക്ക് തന്നെ നമ്മൾ കറിവേപ്പില കറിവേപ്പില. അപ്പം ഇതൊന്ന് ഇതുപോലെ ഒന്ന് പൊക്കള വരുമ്പം തന്നെ വാങ്ങി വെക്കാം. നല്ലോണം തിളച്ച് ഇതാവുമൊന്നും വേണ്ട. കണ്ടോ നമ്മളെ ചക്കക്കറി, സൂപ്പർ ചക്കക്കറി റെഡി. ഇനി നല്ലൊരു വറവ് കഴിച്ചു കൊടുക്കണം. നമുക്കിത് വാങ്ങാം. പണ്ടുള്ളവരെല്ലാം കൃഷിപ്പണിക്കെല്ലാം പോവില്ലേ വയലിലെല്ലാം. അപ്പോൾ വയലിലെല്ലാം പോയി വരുന്നവർ 10 മണിക്ക് നമ്മളിപ്പോൾ ചായക്ക് ദോശ അതിലെല്ലാം തിന്നുന്നില്ലേ, അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല വെള്ളക്കഞ്ഞിയാക്കും. ഇതുപോലെ ചക്ക പുഴുക്കോ അല്ലെങ്കിൽ പുഴുക്ക് കറിയെല്ലാം വെച്ചിട്ട് പണ്ടത്തെ അവർക്ക് നല്ല ആരോഗ്യമായിരിക്കും. നാടൻ ഫുഡ് കഴിക്കുന്നവർക്ക് നാടൻ ഫുഡ് അവർ കഴിക്കും. ഇന്നത്തേതെല്ലാം അവസ്ഥ. അതിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പൊണ്ണക്കടി വെക്കുന്നു. ഇന്നത്തേതെല്ലാം പണിയും എടുക്കൂല, തിന്നുന്നത് തേച്ചും മായം ചേർത്ത ചിക്കനും അല്ലേ. ഇതെല്ലാം കഴിച്ചാൽ തടിക്ക് നല്ല കുറവാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കെല്ലാം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. ഇല്ലാത്ത കളങ്കമില്ലാത്ത വിഷങ്ങളൊന്നും ചേർക്കാതെ നമ്മളെ നാടൻ ചക്കക്കറിയും ഇവിടെ റെഡിയായിരിക്കുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന് എത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മനോട്ട് ഇപ്പം പറയാൻ വേണ്ടി കണക്ക് കഞ്ഞി വന്നേനെന്ന്, അതാ ഇവർ സൂപ്പർ. മണം വലിച്ച് കയറ്റില്ല എൻ്റെ പണി. ക്യാമറേൻ്റെ അടുത്തായതുകൊണ്ട് വേണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഇടാട്ടെ ഈ വറവിൻ്റെ അകത്ത്. പിന്നെ വെളുത്തുള്ളി വേണ്ടാന്ന് നമ്മള് ഇന്നലെ ഇട്ടോണ്ട് ഇന്ന് വേണ്ടാന്ന് വെച്ചാണ്. ഇന്ന് വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ചൂട് കഞ്ഞി കഞ്ഞി, ചൂട് കഞ്ഞി, അല്പം ഉപ്പ്, പിന്നെ നമ്മളതാ ഇന്നത്തെ സ്പെഷ്യൽ, ഇന്നത്തെ താരം ചക്കപ്പുഴുക്ക്. വീണ് വീറ് നോക്കിയാട്ടെ നിങ്ങളതാ. പിന്നെ കാമ്പ് വറവ്, നമ്മുടെ മാങ്ങ കണ്ണിമാങ്ങ അച്ചാറ്. അപ്പം അതെല്ലാം കൂടിയാണ് ഇന്നത്തെ ഫുഡ്. പിന്നെ സ്പൂണിന് പകരം നമ്മുടെ നാടൻ പ്ലാവില പൊട്ടിയതാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കുട്ടികൾക്ക് അപരിചിതമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം.